എനിക്കൊന്ന് സെറ്റ് ഞാൻ ഓക്കെയാണ്. അസ്സലാമു അലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഞാനും മിക്കയും കൂടിയും പോവാം, പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്, എന്നാലും ഞാൻ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. പറയേണ്ട സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയാം, ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ കഹാനിയിലുള്ള ഒരു സിമ്പിൾ കളക്ഷനാണ്. ലെനിൻ ടൈപ്പ് വരുന്നതാണ് കേട്ടോ. ഓഫ് വൈറ്റിൽ ഇതുപോലെ ഫ്ലവറൊക്കെ ആയിട്ട് വരുന്നതാണ്. പൊതുവേ എനിക്ക് ഹെവി വർക്കിനെക്കാളും ഇതുപോലെ സിമ്പിളായിട്ടുള്ള വർക്കാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിന് റേറ്റ് വരുന്നത് 2000 അടുത്താണ്, 1995 രൂപ അങ്ങനെ എന്തോ ആണ് വരുന്നത്. പിന്നെ ഇത് ഷോളാണ് കേട്ടോ, നമ്മുടെ സാധാരണ മഫ്തേക്കായിട്ട് ഇടില്ലേ, ആ ഒരു ഷോളാണ്. അപ്പം നമ്മളിതാ റെഡി ആയിട്ട് ഞാനും ഇക്കയും കൂടിയും പോവാണ്. ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു ഇയർ റിങ്സ് മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലത്തെ ബിൽഡിങ് പൊളിച്ചുകൊണ്ട് വരുന്നുണ്ട് അല്ലേ. കുറേ കാലമായിട്ട് അതിനൊരു മോചനം വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇക്കയും കൂടി ഇൻഷാല്ലാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് തന്നെയാണ്, ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും അപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെയും വീഡിയോ എടുക്കുന്നതിൻ്റെയും എല്ലാം ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ആരും കാണാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പ്ലീസ് പ്ലീസ് പ്ലീസ്, ഓക്കെ. അപ്പോൾ ഷോപ്പിങ്ങിന് പ്രീതിയിൽ പോവാത്തത് എന്തേ? ശരിക്കും പറഞ്ഞാൽ പ്രീതിയിൽ ഞങ്ങൾ നേരത്തെ എപ്പോഴോ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മി സാരി എന്തോ എടുത്തു. പിന്നെ നമ്മൾ പോയിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് പോവാത്തത്. സ്വയംവര സിൽക്സിലും നമുക്ക് വലിയ തൃപ്തി തോന്നിയില്ല. കല്യാണിലും ഇപ്രാവശ്യം വലിയ തൃപ്തിയൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ വെള്ളിയാഴ്ച ആയപ്പം പള്ളിക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലടിക്കോട് ആ ഭാഗത്താണ് കേട്ടോ നിർത്തിയത്. പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ട്രാവൽ തുടങ്ങിയേക്കുവാണ്. നമ്മൾ അവിടെ എത്താൻ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പൊതുവേ പെരുന്നാളിൻ്റെ തിരക്ക്, ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതിൻ്റെ തിരക്ക്, പിന്നെ വീക്കെൻഡ് അങ്ങനെ എല്ലാം ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ. അങ്ങനെ ഇതാ നമ്മൾ നൊട്ടമല വളവൊക്കെ ഇറങ്ങി നമ്മുടെ മണ്ണാർക്കാട് ടൗണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ കഹാനി, അറിയാമല്ലോ അല്ലേ, കുറേ പേർക്ക് അറിയാം. മണ്ണാർക്കാടിൽ നിന്ന് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾ പോയി നോക്കി XXL ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് കുറേ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി സ്റ്റോക്കൊക്കെ ഇറക്കാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മളിതാ കഹാനിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ. പിന്നെ ചിരിക്കുമ്പോൾ നോർമൽ സ്മൈൽ ആക്കൂ എന്ന്, ഞാൻ നോർമലായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇതുപോലെ നമ്മളെ അടുത്ത് കമൻറ്റ് വഴി ഓരോന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് വായി ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് അടയ്ക്കാതെ ചിരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ, ശരിക്കും പറഞ്ഞാൽ ബാക്കി ആരൊക്കെയോ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതൊരു പ്രശ്നമായിട്ടല്ല, പക്ഷേ ഞാൻ അറിയാണ്ട് കൈ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമുക്കൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നൃത്തമൊക്കെ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കഹാനിയിൽ തന്നെ ഉള്ള ഉണ്ണിയാണ് എനിക്ക് മേക്കപ്പ് ചെയ്തു തന്നത്. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ടച്ചപ്പ് ചെയ്തു തന്നു. അവൾ അങ്ങനെ മേക്കപ്പ് സെറ്റ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്ത വരുന്നത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു, നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ജസ്റ്റ് ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് ലൈവ് വോയിസിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതും ലൈവ് ഞാൻ അധികം കൊടുക്കാത്തതുകൊണ്ട് എനിക്കതിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ട്രൈ ചെയ്യാണ്. കുറേ തെറ്റുന്നുണ്ട്, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10-20 പ്രാവശ്യം പറഞ്ഞ് അവസാനം ശരിയായിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിച്ച കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഒരു അടിപൊളി ലുക്കായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടപ്പം കുറേ ആൾക്കാർ കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വായിച്ച് ഞാനിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണ് കാലിക്കറ്റ് ആണെന്ന് ചോദിച്ചത്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഏതോ സിറ്റിയിലാണോ ജിനിയുടെ ഹസ്സിന് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, എനിക്ക് കറക്റ്റ് പ്ലേസ് അറിയുന്നില്ല, ഒന്നുകൂടി ചോദിച്ചിട്ട് വേണം കേട്ടോ. പിന്നെ ലുലുവിൽ വീഡിയോ എടുത്താൽ എന്താണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ലുലുവിൽ അവർ അങ്ങനെ വ്ളോഗ് എടുക്കാനുള്ളൊരു പെർമിഷനൊന്നുമില്ല, കൊടുക്കാറില്ല, നമ്മൾ ചോദിച്ചിട്ട് വേണം കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഒരു ചുരിദാർ ഒന്ന് മാറ്റി വീടാൻ പോയി. അപ്പോൾ ഇതൊരു മെറ്റീരിയൽ എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ നല്ല കളറും കംഫർട്ടും ഉണ്ട് കേട്ടോ. ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി തോന്നിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഒരു കളക്ഷനാണെന്ന് പറഞ്ഞത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ. ഞാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ഓരോ ഭാഗങ്ങളിലൂടെയാണ് സഞ്ചരിച്ച് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ, പക്ഷേ ലൈഫിൽ നടക്കുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിൻ്റെയൊക്കെ വീഡിയോ വരും കേട്ടോ, ഷോർട്ട് വീഡിയോസിൻ്റെയൊക്കെ എല്ലാം വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗ് ആയിട്ട് അങ്ങനെ നമ്മുടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അവിടെ അപ്പുറത്തുള്ള ഒരു മോളിലും കൂടെ പോയി. ജസ്റ്റ് വർക്ക് നടക്കുന്നേ ഉള്ളൂ കേട്ടോ, ചുമ്മാ കയറിപ്പോയതാണ്. അവർക്ക് അവിടെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ വന്ന ഫുഡി ഫ്രം പാലക്കാടാണ് കേട്ടോ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ പേർക്ക് അറിയാം, ആഷിഖ് എന്നാണ് ഫുൾ നെയിം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് അവനെ അറിയായിരിക്കാം. അപ്പോൾ എന്തായാലും അവരവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത്, ഞാൻ ചുമ്മാ വലിഞ്ഞ് കയറിപ്പോയതാണ് കേട്ടോ. വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് കഹാനിയിലോട്ട് തന്നെ പോയിട്ടോ. ഇനി നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള നിസാർ അവൻ്റെ കഫേയിൽ ഇതുപോലെ നോമ്പ് തുറ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകണം കേട്ടോ, കോർണിഷ് കഫേയിൽ. നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സുപരിചിതമായിട്ടുള്ള നമ്മുടെ സ്വന്തം കോർണിഷ് കഫേ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് എടുത്തിട്ട് ഞാൻ അവിടെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ നരകത്തിലെ കോഴി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ, മസാല ഷവായ അല്ലേ. ഇതിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ എത്തിയത് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് മുകളിലെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അവൻ ഇവിടെ ഇല്ല എന്നുള്ളത്. ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ട് ആൾ ഇവിടെ ഇല്ലേ പഠിച്ചോന്. പിന്നെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജിനിത്ത ഡ്രസ്സ് എവിടെ നിന്ന് എടുത്ത് കഹാനിയിൽ നിന്നാണ് എടുത്തത്. ഇനിയിപ്പോൾ അധികം ഞാൻ കഹാനിയിൽ നിന്ന് തന്നെയായിരിക്കും ഡ്രസ്സ് എടുക്കുന്നത്. ഇപ്പം ഞാനിട്ട ഡ്രസ്സെല്ലാം കഹാനിയിൽ തന്നെയാണ്. അതിന് മുമ്പ് ഞാൻ എടുത്ത ഡ്രസ്സുകൾ ഇനിയിപ്പോൾ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇനി നമ്മുടെ കഹാനി വൈബായിരിക്കും. ഓക്കെ, പിന്നെ ജിനിക്ക് ഡ്രസ്സ് എടുത്തില്ലേ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കോട്ട് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ ഞാനൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ പറയാം. അവന് ഒരുപാട് ക്യൂട്ട്നെസ് ഇട്ട് വാരി വിതറുന്നില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്നു. തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും നോമ്പെല്ലാം തുറന്നു. നോമ്പ് തുറക്കുക എന്തായിരുന്നു, സമൂസ, എഗ് ബജി, പിന്നെ കുറേ ഫ്രൂട്ട്സ്, ഷെയ്ക്ക്, പിന്നെ നാരങ്ങ വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പുറത്തെ പള്ളിയിൽ എല്ലാവരും നോമ്പ് തുറക്കാനും നിസ്കരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ മസാല ഷവായും അതിൻ്റെ കൂടെ നമ്മുടെ അഫ്ഗാനി റൈസുമാണ് കേട്ടോ കോമ്പിനേഷനായിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ടേസ്റ്റ് നല്ല എരിവുണ്ടായിരുന്നു, പക്ഷേ അതിന് വേണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളതെല്ലാം എടുത്തു. ഫുഡ് കഴിക്കാൻ മാത്രം വയ്ക്കാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ, ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും സെർവ് ചെയ്തു, ഞാനും സെർവ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഇനി നേരെ വീട്ടിലോട്ട് പോണ വഴിയിൽ നമ്മൾ ചായ എന്തെങ്കിലും കുടിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലെത്താൻ നേരത്തെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, എവിടെയെങ്കിലും കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ ഞാനൊരു ഐസ്ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിലെത്തുമ്പോഴേക്കും 9:30-10 മണിയൊക്കെ ആവും. സത്യം പറഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വന്നു. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ മാത്രം ഒരു ദിവസം മാത്രമേ നോമ്പ് സമയത്ത് പുറത്തിറങ്ങാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നോമ്പ് 2-ന് എൻ്റെ ബ്രദർ പോണ കാരണം അങ്ങോട്ട് പോയി. പിന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രാവശ്യം പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം കഹാനിയിലോട്ട് പോകേണ്ടി വന്നു. പിന്നെ മോൻ്റെ കയ്യിൽ ചെറിയൊരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് നമുക്കൊന്ന് ഡോക്ടറിനെ കാണിക്കാൻ പോകേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഫുൾ ഡേ ഇല്ലെങ്കിലും ഏറെക്കുറെ നമ്മൾ പുറത്തിറങ്ങി
ആവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ച കുറേ ക്ലിപ്സ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അതും 2000 രൂപ മുതലാണ് തുടങ്ങുന്നത്. ഓക്കെയാണ്. ഓക്കെ, ഒന്ന് കാലൊന്ന് ഓക്കെ ഓക്കെ, ഒന്ന് കാലൊന്ന് ഓക്കെ, റെഡി. എനിക്കൊന്ന് സെറ്റ്